Hi friends, happy Onam. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ കട്ട കാളനാണ്. ഏത്തക്കായ വെച്ച് കട്ട കാളൻ. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ കാളൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കാളൻ തയ്യാറാക്കാനായിട്ട് ഏത്തക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ച് തേച്ച് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഏത്തക്കായയിലേക്കുള്ള ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏത്തക്കായ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുകിയൊക്കെ വെച്ചേക്കുന്നതാണ്. ഒരു 1/2 ഇഞ്ച് വീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തൊലി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഏത്തക്കായ മുങ്ങണ ഭാഗത്തിന് വെള്ളം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ആ സമയം നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അപ്പം ഞാനൊരു വലിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ക്രഷ് ചെയ്താണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് കട്ട തൈര് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ ആയിരിക്കും, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മളത് അരച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിക്കാൻ വെച്ചിരിക്കുന്ന ഏത്തക്കായ എന്തായെന്ന് നോക്കാം. അപ്പോൾ ഏത്തക്കായ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കാളൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം മാറുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തന്നെ ആ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ തേങ്ങയൊക്കെ നല്ലതുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ കറി നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അത്ര അങ്ങ് പെട്ടെന്നൊന്നും കേടാവാത്ത കറിയാണിത്. കുപ്പിയിലൊക്കെ ആക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കും. ഇപ്പോൾ കണ്ട് ഇതേപോലെ നമുക്ക് പറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് 1 ഗ്ലാസ് തൈരും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി നമ്മളതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ അരപ്പൊക്കെ നമ്മൾ ഡ്രൈ ആക്കി വറ്റിച്ചെടുത്തിരിക്കുന്ന അരപ്പൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഈ സമയം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത്തക്കായ വേവിക്കുമ്പോൾ ചട്ടിയുടെ അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ തൈരും തേങ്ങയും ചേർന്ന ഈ അരപ്പിൽ കിടന്ന് കുറച്ച് നേരം കായ കുക്കാവണം. അപ്പോൾ ഇതിൻ്റെ ആ പുളിയൊക്കെ ശരിക്കും കായയിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് താളിക്കാനുള്ള ഒരു ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ താളിപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്, 1/2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മുഴുവൻമുളക്, വേപ്പില, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കായംപൊടി, 1/2 സ്പൂൺ ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ആദ്യം നമുക്ക് കടുകും ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും അതുപോലെ വേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മുഴുവൻ മുളക് കീറി വെച്ചേക്കുന്നത് കൂടി ഇതിലേക്ക് ആ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മുരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കിയിട്ട് വേണം ഈ പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതുമാത്രമല്ല ഈ കായം പൊടിയും
ചില്ലി ഫ്ലേക്സും പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇട്ട് കൊടുത്ത് ഉടനെ ഇളക്കി കൊടുത്ത് അപ്പം തന്നെ നമുക്ക് ഇത് കറിയിലേക്ക് എടുത്തൊഴിക്കണം. അതല്ലെങ്കിൽ ആ ചില്ലി ഫ്ലേക്സൊക്കെ കറുത്ത കളറായിട്ട് മാറും, കറിക്കൊരു ഭംഗിയില്ലാതെ വരും. ഇപ്പം നമ്മുടെ കട്ടക്കാളൻ ഏത്തക്കായ ഉപയോഗിച്ചുള്ള വളരെ സ്വാദിഷ്ടമായ കട്ടക്കാളൻ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ ഈ ഓണസമയത്ത് കുറച്ച് നാളുകൾ അധികത്തേക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു കറിയാണിത്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഭരണിയിൽ സൂക്ഷിക്കും. അങ്ങനെയൊക്കെ വെച്ച് വയ്ക്കുന്ന കറിയാണിത്. അതിനെ അങ്ങനെ കുറേ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അരപ്പൊന്ന് ചട്ടിയിലിട്ടിട്ട് പറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.